ചേട്ടാ നമസ്കാരം. നമസ്കാരം. രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തമിഴ്നാട്ടിലെത്തിയിരുന്നു. മാലദ്വീപ് സന്ദർശിച്ച ശേഷം ഇന്ത്യയിലെത്തി. അതിനുശേഷം ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഓടിയെത്തി. തമിഴ്നാട്ടിൽ പുരാതന നഗരമായിട്ടുള്ള തഞ്ചാവൂർ അഥവാ തഞ്ചൈ, അവിടെയാണ് അദ്ദേഹം എത്തിയത്. തഞ്ചാവൂരിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ബൃഹദേശ്വര ക്ഷേത്രം. രാജരാജ ചോഴൻ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രമാണത്. തഞ്ചൈ പെരിയ കോയിൽ എന്നും ആ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇളയരാജ അടക്കം അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംഗീത വിരുന്നൊരുക്കി. പ്രധാനമന്ത്രിക്കല്ല, ഭഗവാൻ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഭജനയായിരുന്നു അവിടെ നടന്നത്. പ്രധാനമന്ത്രി അതിന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം മിസ്റ്ററീസ് അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുന്നത് രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, രാജ്യത്തിന്റെയും രാജ്യത്തെ ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിൽ പൊളിറ്റീഷ്യൻസ് പോകാനായി ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ഡിബേറ്റബിൾ. അപ്പോ 1000 വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം വളരെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് എങ്ങനെ പണി കഴിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കങ്ങളും പഠനങ്ങളും ഇപ്പോഴും നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന്റെ വിമാനം എന്ന് പറഞ്ഞാൽ ഗോപുരം, ആ ഗോപുരത്തിന് നിഴലില്ല എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിന് നിഴലുണ്ട് എന്ന് അവിടെ പോയി കണ്ട ആൾക്കാർ മനസ്സിലാക്കിയതാണ്. സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ആ ക്ഷേത്രത്തിന് നിഴല് കാണില്ല എന്നുള്ളതാണ്. അത് ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ വിസ്മയമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ല. പിന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വേറൊരു വലിയ ഒരു വിസ്മയിപ്പിക്കുന്ന കാര്യം, ഈ ക്ഷേത്രത്തിന്റെ വിമാനത്തിന്റെ മുകളിലിരിക്കുന്ന കല്ല്, അത് ഒറ്റക്കല്ലാണ്. എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിന്റെ മുകളിൽ ഒരു ഒറ്റക്കല്ലിരിപ്പുണ്ട്. 80 ടൺ ഭാരമാണ് ആ കല്ലിനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചുമന്നുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ആ വിമാനത്തിന്റെ മുകളിൽ വച്ചു എന്നുള്ള വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ അജന്ത, എല്ലോറ കേവ്സ്, കൈലാസ ക്ഷേത്രമൊക്കെ എങ്ങനെ പണി കഴിപ്പിച്ചു എന്നുള്ള, അതൊരു പാറ മൊത്തം തുരന്നാണ് ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നത് പോലെ, അവസാനം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് സായിപ്പന്മാർ പറയുന്നത് അത് ഏലിയൻസ് ആണ് പണി കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഈ കല്ല് എങ്ങനെ ചുമന്നുകൊണ്ട് മുകളിൽ എത്തിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അത്രയ്ക്ക് മജസ്റ്റിക് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്രവേശിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് 1980 തുടങ്ങിയ വിശ്വാസമാണ്. രാഷ്ട്രീയക്കാർക്ക് വലിയ രീതിയിലുള്ള ജീവഹാനി അല്ലെങ്കിൽ അധികാരഭ്രംശം ഒക്കെ സംഭവിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് 1984 ഒക്ടോബർ 31 ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. വെടിയേറ്റ് മരിക്കുകയായിരുന്നു. വെടിയേറ്റ് മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള MGRനോടൊപ്പം ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി അകാല മൃത്യു അടഞ്ഞു. MGRനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് പൊടുന്നനെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗം ബാധിച്ച് അദ്ദേഹം പിന്നീട് മരണമടയുകയായിരുന്നു. രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേട്ടോ MGR മരിച്ചത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 2010 സെപ്റ്റംബറിൽ ക്ഷേത്രം സന്ദർശിച്ച പ്രശസ്ത നിരീശ്വരവാദിയും യുക്തിവാദിയുമായിട്ടുള്ള ദ്രാവിഡ രാഷ്ട്രീയക്കാരനായിട്ടുള്ള തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടേതാണ് ഈ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രം വലിയ കാര്യത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തിന് അധികാരത്തിൽ വരാനേ പറ്റിയിട്ടില്ല. പിന്നീടുള്ള 2 ടേം ജയലളിതയാണ് ഭരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ക്ഷേത്രത്തിനൊരു ശാപമുണ്ട് എന്നൊക്കെയാണ് ഈ ഇതിന് പിന്നിലുള്ള ആൾക്കാർ പറയുന്നത്. ഒരു മുനിയുടെ ഒരു ശാപമുണ്ട്. പോരാത്തതിന് ഈ ക്ഷേത്രത്തിൽ നിർമ്മിച്ച രാജരാജ ചോഴൻ എന്ന് പറയുന്ന ആ ഭരണാധികാരി, അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ആർക്കും അറിയില്ല. പല ആൾക്കാരും പറയുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു കൊലപാതകമായിരുന്നു, അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നല്ലോ. അങ്ങനെയുള്ളൊരു സംഭവത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ശാപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ സംഭവം കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ ശിവലിംഗമുണ്ട്. ആ ശിവലിംഗം സ്ഥാപിക്കാൻ സഹായിച്ച സിദ്ധപുരുഷനായിട്ടുള്ള കരൂരാർ എന്ന മുനിയുടെ ശാപം ഉണ്ടെന്നാണ് പറയുന്നത്. സമർപ്പണം തമിഴിൽ മാത്രമേ നടത്താവൂ എന്നും സംസ്കൃതത്തിൽ
തമിഴിലും പാടില്ല എന്നും പ്രതിഷേധിച്ച മറ്റൊരു സംഘം ഒരു പടി കൂടി മുന്നോട്ട് പോയി 23 വർഷം മുമ്പ് സമർപ്പണ ചടങ്ങിന്റെ തുടക്കത്തിൽ 1997 ക്ഷേത്ര പരിഷത്ത് യാഗശാലയിൽ ഉണ്ടായ അഗ്നിബാധ സംസ്കൃതത്തെക്കാൾ തമിഴ് മന്ത്രം ഉൾപ്പെട്ട കരൂരാർ എന്ന മുനിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി സംസ്കൃതം ഉപയോഗിച്ചതിനാലാണെന്ന് പറഞ്ഞു. ഇത് സ്ഥിരീകരിക്കുന്ന ക്ഷേത്ര രേഖകളോ ശിലാലിഖിതങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ബ്ലാ 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 ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നെഞ്ചും വിരിച്ച് പോയിരിക്കുന്നത്. എനിക്കൊന്നും ചോദിക്കാനില്ല, എന്താണ് സംഭവിക്കുക. ധനുഷ, ഈ ക്ഷേത്രത്തെ കുറിച്ച്, രാജരാജ ചോളൻ നിർമ്മിച്ച ഈ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് മുമ്പ് അറിയാമെങ്കിലും ഈ അടുത്ത കാലത്ത് ശീതളം എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ മാധ്യമ പ്രവർത്തക തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോവുകയും അത് അവിടെ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ ഫാമിലി, മകളും അമ്മയും എല്ലാം അവിടെ തൊഴാൻ വരുന്നു. അപ്പൊ അവരത് വീഡിയോയിൽ പകർത്തി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി അത് ഒരു വലിയ വിവാദത്തിലേക്ക് പോയി. ക്ഷേത്ര ദർശനം നടത്തി. എനിക്ക് തോന്നുന്നത് CPM-ന്റെ നാഷണൽ കോൺഫറൻസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു തോന്നുന്നു. അപ്പൊ അതിനുശേഷം ഇതിന്റെ കുറെ തിയറികളും ചില വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. എന്താണ് അതിനകത്ത് കുറെ വിശ്വാസങ്ങൾ വരുന്നുണ്ട്. ഏത് ക്ഷേത്രങ്ങളെ കുറിച്ചും ചില വിശ്വാസങ്ങളുണ്ട്. പടിയിൽ തൊടരുത്, അല്ലെങ്കിൽ പടിയിൽ ചവിട്ടരുത്, അങ്ങനെ പല ക്ഷേത്രങ്ങളെ കുറിച്ച് പല വിശ്വാസം. അതുപോലെ അനവധി വിശ്വാസങ്ങൾ വന്നു. അപ്പൊ ഈ വിശ്വാസം വന്നപ്പോൾ വളരെ രസകരവും കൗതുകകരമായ അനവധി കാര്യങ്ങൾ നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതിലിപ്പോ ധനുഷ് പറഞ്ഞ ആദ്യത്തെ സംഭവത്തിലേക്ക് തന്നെ പോവാം. ഈ 1980 ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ എത്തിയെന്നും എത്തിയില്ല എന്നും എത്തി പകുതി വഴിക്ക് വെച്ച് തിരിച്ചുപോയി എന്നും പറയുന്നവരുണ്ട്. ഇത് കാരണം തെളിവുകളൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പരതുമ്പോൾ ഈ യൂട്യൂബിലും മറ്റും വരുന്ന വിഷ്വൽസ് ഇവിടുത്തെ അല്ല, അത് ഓതന്റിക് അല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. അപ്പം അവിടെ പിന്നെ പറയുന്നൊരു തിയറി എന്താണെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധി പടിഞ്ഞാറ് നടവഴി ആണ് കയറിയത്. കാരണം അതിന്റെ വെസ്റ്റ് ഗേറ്റ് വഴി കടന്നു. അതാണ് അതിന്റെ കോപത്തിന് കാരണമായത്. പിന്നീട് ഇന്ദിരാഗാന്ധി 84 വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കരുണാനിധി 2010 കിഴക്കേ ഗേറ്റാണ് ഉപയോഗിച്ചത്. പടിഞ്ഞാറേ ഗേറ്റ് ഒഴിവാക്കി. കാരണം അത് വഴി കയറുന്ന പ്രശ്നമാണല്ലോ എന്ന് കരുതി കിഴക്കേ ഗേറ്റ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹം മരിക്കുന്ന 2018 അനാരോഗ്യം വലിയൊരു വിഷയം തന്നെയായിരുന്നു. കരുണാനിധി തോക്കാൻ അനവധി കാരണങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ജയലളിത എന്തുകൊണ്ട് കയറി വന്നു, കരുണാനിധി തോക്കുന്നതിന് അനവധി കാരണങ്ങൾ, വിലക്കയറ്റം കൊണ്ടൊക്കെ ജനം പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥ, ഗുണ്ടാരാജ് വിളയാടുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലേക്കാണ് അന്ന് കരുണാനിധിക്ക് പരാജയപ്പെടേണ്ടത്. പിന്നെ മക്കൾ പോര് ഭയങ്കരമായിരുന്നു, മാരന്മാരുടെ പോര് അതിലും വലിയ ഭയങ്കരമായിരുന്നു. അങ്ങനെ കുടുംബത്തിൽ തന്നെ വലിയ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് അത് അങ്ങനെ നമുക്ക് കൂട്ടിക്കെട്ടാം. ഏതായാലും വിശ്വാസമാണ്. ഇതിനൊന്നും ഈ ഇന്ദിരാഗാന്ധി വന്നതിനോ അവിടെ പ്രാർത്ഥിച്ചതിനോ ഒന്നും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് തെളിവുകളും കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇതിങ്ങനെ പറയുന്നു. പക്ഷെ അവിടെ 1987 കേന്ദ്രമന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അദ്ദേഹം BJP-കാരനാണ്, BJP-യുടെ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ടൂറിസം മന്ത്രിയാണ്. അദ്ദേഹവും ഈ ആർക്കിടെക്ചർ ഓഫ് സർവേയുടെ ഉദ്യോഗസ്ഥന്മാരും അടക്കം ഈ ക്ഷേത്രത്തിൽ വരികയും ഈ ക്ഷേത്രത്തെ പിന്നീട് യുനെസ്കോ പൈതൃക പട്ടികയിൽ പെടുത്തുകയും ചെയ്തൊരു ക്ഷേത്രമാണ്. ശില്പചാതുരി കൊണ്ടും ഇപ്പൊ നേരത്തെ ധനുഷ് പറഞ്ഞ പോലെയുള്ള അനവധി അത്ഭുതകരമായ കാര്യങ്ങൾ ഉള്ള ഒരു നിർമ്മിതി ആയതുകൊണ്ടും ഒക്കെ അതിനെ പെടുത്തിയാണ്. ആ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് ഇതുവരെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇന്ത്യക്കാര് പോട്ടെ, വിദേശി ഹോളിവുഡിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ എത്തിയിട്ടുണ്ട്. മൈക്കിൾ ഗ്ലോഡസ് ഖാദറിനും കുടുംബവും ഇവിടെ എത്തി. അവർ വളരെ ഫേമസ് ആയിട്ട് സെലിബ്രിറ്റിയാണ്. അവരും അവരുടെ കുടുംബവും കുഞ്ഞും കൂടെ എത്തി, കൊച്ചു കുഞ്ഞും കൂടെ എത്തി. ആ കുഞ്ഞൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്, വർഷങ്ങൾ പലതായില്ലേ. അവർക്കും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് മിത്താകാം, എന്താണ് വിശ്വാസമാകാം, എന്തെങ്കിലും ആകാം. പക്ഷെ ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ഇതിൽ ഉണ്ട്. ഇവിടെ ഈ എല്ലാ ക്ഷേത്രങ്ങളെയും കുറിച്ചുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അദ്ദേഹം എത്തുമ്പോൾ നമ്മളുടെ ഒരുപാട് മിത്തുകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുൻപോട്ട് പോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്ന 2002 അദ്ദേഹം ചെയ്തത് ഈ പാത, എക്സ്പ്രസ് വേക്ക് അദ്ദേഹം സ്ഥലം അക്വയർ ചെയ്യുകയും അത് പണിയാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, അന്ന് പ്രതിഷേധമായിട്ട് ഹിന്ദു സംഘടനകളുമൊക്കെ രംഗത്തെത്തി. കാരണം അനവധി ക്ഷേത്രങ്ങൾ ഈ റോഡിന്റെ ഇരുവശത്തുമുണ്ട്, പള്ളികളുണ്ട്, മസ്ജിദുകളുണ്ട്, മസറുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഇതൊക്കെയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് വീതിയുള്ള വഴി അനിവാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കേണ്ടി വരും, എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ആദ്യം പൊളിച്ചത് 174 ഹൈന്ദവ ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പൊളിച്ചതിന് ശേഷം അതിന്റെ പിന്നിൽ വലിയൊരു സ്ഥലം സർക്കാർ തന്നെ അവർക്ക് നൽകുകയും
ഇത് നിർമ്മിക്കാൻ ആവശ്യമായ പണം നൽകുകയും ചെയ്തു. ഇതുപോലെ തന്നെ പള്ളികൾക്കും നൽകി. ഈ പിന്നെ ആദ്യം തന്നെ ക്ഷേത്രങ്ങൾ പൊളിച്ച് സർക്കാരിന്റെ ഇതിൽ ബുൾഡോസറുകൾ വന്ന് പൊളിച്ചു തുടങ്ങിയപ്പോൾ പള്ളിക്കാരും മസ്ജിദുകാരും ഒക്കെ അവർ സ്വയം പൊളിച്ചുകൊണ്ട് പോയി. കാരണം സർക്കാർ വന്ന് ശരി. പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. എനിക്ക് ആ കട്ടള വേണം, എനിക്ക് ആ ഇഷ്ടിക വേണം എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവരങ്ങ് പൊളിച്ചുകൊണ്ട് പോവുകയും പറ്റും ചെയ്തു. കാരണം ഇതെല്ലാം അനധികൃതമായി ഇന്ന ഇടങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വീതിയുള്ള പാതകളാണ് നമുക്ക് അനിവാര്യം. അപ്പൊ അതിന് നമുക്ക് ഇതിപ്പോ അതിന് പുറകോട്ട് മാറ്റി സ്ഥാപിക്കാം. കാരണം ഈ ക്ഷേത്രം എന്ന് പറയുന്ന കാര്യവും വേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ഗതാഗതത്തിന്, കാരണം അദ്ദേഹം ആ ഹൈവേ പണിയുമ്പോൾ ആ ഹൈവേ കൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഗുജറാത്തിനുണ്ടായി. കാരണം ഗുജറാത്തിൽ നിന്ന് അക്കാലത്തൊക്കെ ഒരു 2 ലക്ഷം ട്രക്കുകളാണ് മഹാരാഷ്ട്രയിലെ പോയിക്കൊണ്ടിരുന്നത് ഈ ചരക്കുകളുമായിട്ട്. ഗുജറാത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് ഇതിന്റെ മാല് അല്ലെങ്കിൽ ചരക്ക്. ഈ ചരക്ക് കൊണ്ടുപോകുന്ന ഹൈവേകൾ വികസിപ്പിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ചരക്ക് എടുക്കാനും കൊണ്ടുപോകാനും കഴിയും. 2 ലക്ഷം ട്രക്ക് അന്ന് തന്നെ പെർ ഡേ അതുവഴി സഞ്ചരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ഗതാഗത തിരക്കുള്ള ഒരു ഒരു റോഡായിരിക്കും അത്. അത് വലിയ രീതിയിലേക്ക് വികസിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി അധികാരമേറ്റപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശൗചാലയ നിർമ്മാണം, നമ്മുടെ കേരളത്തിലൊക്കെ ഇരുന്ന് പലരും ചിരിക്കുന്നുണ്ട്, ശൗചാലയത്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കാണുകയും അദ്ദേഹം പറഞ്ഞത് ആരാധനാലയമല്ല, ശൗചാലയമാണ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിഞ്ഞൊരു ഭരണാധികാരി കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി. അത് മാത്രമല്ല, തന്റെ പേരിൽ ക്ഷേത്രം പണിയാൻ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമൊക്കെ തന്റെ ഭക്തർ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആരാധകർ അല്ലെങ്കിൽ അണികൾ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ആ പൈസ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ, എന്റെ ഇതൊന്നും വെച്ചിട്ട് ക്ഷേത്രം വേണ്ട, പണി നിർത്തിയേക്കാൻ പറഞ്ഞു. നിർത്തി, രണ്ടിടത്തും നിർത്തി. അങ്ങനെ എന്താണ് ഈ മിത്തിനെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വരവ് ഒരു കണക്ക് നമുക്കറിയാം. ഇവിടെ സ്റ്റാലിൻ സന്ദർശിച്ചതായി പറയുന്നു, ഈ ക്ഷേത്രം സ്റ്റാലിൻ സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനും തെളിവുകളൊന്നുമില്ല. അപ്പോ ഈ സ്റ്റാലിൻ വളരെ നാളായിട്ട് ഈ പറയുന്ന ഈ ക്ഷേത്രം, ഈ പറയുന്ന ബൃഹദേശ്വരി ക്ഷേത്രം, കാരണം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ ക്ഷേത്രത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അതിനകത്ത് കൂടുതൽ ഭക്തരെത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം കുറെ നാളായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ എങ്ങും എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയ ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇതിനു മുമ്പ് നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെ കണ്ട ഇടം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമായി മാറി. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ചൈനീസ് പ്രസിഡന്റുമായിട്ട് മഹാബലിപുരം കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ആ കടൽ തീരത്തുകൂടെ പോയിട്ട് അവിടുത്തെ ഈ വേസ്റ്റുകൾ പെറുക്കുന്നതൊക്കെ നമുക്ക് ഇന്നും വിഷ്വൽസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം അവിടെ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഡെയിലി 1.25 ലക്ഷം പേരാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. 1.25 ലക്ഷം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർശനം മൂലം ആ പ്രദേശത്തിനുണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തിനുണ്ടാകുന്ന ഒരു വികസനമുണ്ട്. സാധാരണപ്പെട്ടവർക്ക് പോലും ഒരു കരിക്ക് കച്ചവടം ചെയ്താലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും. അതൊരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചിന്തിക്കുമ്പോ ഈ അന്യാധീനപ്പെട്ട് കിടക്കുന്നതല്ല, വളരെ പഴക്കമുള്ള, വളരെ ചരിത്ര നിബിഡമായിട്ടുള്ള പല പ്രദേശങ്ങളും ഇന്നും വേണ്ടത്ര പ്രാധാന്യമില്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കിടപ്പുണ്ട്. ഉദാഹരണമായിരുന്നു, അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേദാർനാഥിലെ ഗുഹയിൽ പോയി ഒരു ദിവസം തപസ്സിനതേ ഉള്ളൂ. അതിനുശേഷം അതിനുണ്ടായ ഒരു മാറ്റം, കേദാർനാഥിലോട്ടുണ്ടായ ഒരു ഒഴുക്ക്, അവസാനം അവിടെ എന്തിനു പറയുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് 2 പേര് കേദാർനാഥിലോട്ട് പോയി. അതിനുശേഷം ഈ കേദാർനാഥിലുള്ള അവിടെയുള്ള അതോറിറ്റീസിനെ പറയേണ്ടി വന്നു, ഇവിടെ വരുന്ന ആൾക്കാർ സംയമനം പാലിക്കണം എന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ വിഷയം പറഞ്ഞ മഹാബലിപുരം, ഈ അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു പ്രദേശമാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് ഈ അജന്ത എല്ലോറ കേവ്സ്, ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ഈ കൈലാസ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇന്റർനാഷണലി ഒരു എന്താ പറയുക, ഒരു അക്സെപ്റ്റൻസ് പല സ്ഥലത്തു നിന്നും നാട്ടുകാരും സായിപ്പന്മാരൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തെ കമ്പയർ ചെയ്യുന്നത് ഈജിപ്തിലെ പിരമിഡും ഒക്കെ ആയിട്ടാണ്. കാരണം സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പയർ ചെയ്യുന്ന ഒരു ക്ഷേത്രം. പിന്നെ തഞ്ചാവൂരിനെ പറ്റി പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ബിചേട്ടാ, ലോകം ഉണ്ടായ ആ സമയത്തുണ്ടല്ലോ, ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ തഞ്ചാവൂരിന്റെ ഡയറീസ് കാണുമ്പോൾ, സഞ്ചാരം കാണുമ്പോൾ, പുള്ളി അതിനകത്ത് പറയുന്നത്
അതായത് പല ആൾക്കാരും മുട്ടിലിഴയുന്ന സമയത്ത് സിവിലൈസേഷൻ, അത് പച്ച ഇറച്ചിയും പിന്നെ തീയും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ ഒരു ജനത ഒരു സംസ്കാരത്തിൽ സുഗമമായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രൗഢിയോടുകൂടെ ജീവിക്കും. കാരണം അന്തക്കാലത്ത് തുടങ്ങിയ സംസ്കാരമാണ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോ ബിജെപിന്റെ ഒരു പോയിന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മോദി ഒന്നും കാണാതെ ഒരു സ്ഥലവും വന്ന് സന്ദർശിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം അദ്ദേഹം ഒരു ശൈവ ആരാധന പ്രക്രിയയുടെ ഭാഗമാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. എങ്കിൽ പോലും അദ്ദേഹം ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യൻസ് വിശ്വസിക്കുന്ന അത് നോർത്ത് ഇന്ത്യൻസ് പറയുന്ന ഒരു കഥ. ഇതും ഞാൻ പറഞ്ഞില്ല, ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്ന കണക്ക് ഇത് ഒരു മിത്ത് മാത്രമാണ്. അത് ഈ നോർത്ത് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് ഈ UP ബീഹാർ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം, ഈ നോർത്ത് ഇന്ത്യയിലെ ജനം വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് അവിടെ ഒരാള് പ്രത്യക്ഷപ്പെടും, അദ്ദേഹം ആയിരിക്കും ഇവരുടെ രക്ഷകൻ. അത് സരസ്വതി നദിയുടെ നർമ്മദയുടെ തീരത്ത് നിന്ന് എത്തുകയും ഗംഗാ നദി നീന്തിക്കടന്ന് അയാൾ എത്തിക്കഴിയുമ്പോഴത്തേനും ഈ ജനക്കൂട്ടം ഈ വ്യക്തിയെ വളയുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി കഴുത്തിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ട്, മിണ്ടില്ല, ആരാണെന്ന് പറയില്ല. അതിനുശേഷം ഇത് കഥയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സീരിയസ് ആയിട്ട് കാണരുത്, അങ്ങനെ അവിടെ പരക്കുന്ന ഒരു കഥയാണ്. അപ്പം അവിടെ ഇദ്ദേഹം ഒടുവിൽ ഈ കഴുത്തിലുള്ള ഈ തുണി മാറ്റി കഴിയുമ്പോൾ അതില് ഈ പരമശിവന്റെ ഈ സർപ്പം അതിനെ കാണാൻ കഴിഞ്ഞതായിട്ടും സർപ്പത്തെ കാണാൻ കഴിഞ്ഞതായിട്ടുമാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ശിവൻ അവതരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഇലക്ഷൻ മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് വാരണാസിയാണ്. വാരണാസി എന്ന് പറഞ്ഞാൽ BJP സംബന്ധിച്ച് അങ്ങനെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ഒന്നും അല്ല. 1964 വരെ ഇടതുപക്ഷം ജയിച്ചു MP സ്ഥാനം നേടിക്കൊണ്ടിരുന്ന ഒരു ഇടം കൂടിയാണ് അവിടെ കോൺഗ്രസിനും പിന്നെ സമാജ്വാദി പാർട്ടിക്കും പിന്നെ ഇടതുപക്ഷത്തിനും ഒക്കെ വോട്ടുള്ള ഒരു ഇടമാണ് അവിടെ വാരണാസി അമ്പലത്തിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ സൈഡില് ഈ കടകളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും സെയിം ഒറ്റ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോറിഡോർ ഒക്കെ വന്നതിന് ശേഷം അവിടെ നോക്കാം, CPM ഓഫീസ് ഉണ്ട് അവിടെ. ഞാൻ അന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. CPM ഓഫീസ് പണ്ട് കാലത്ത് അവർക്ക് UP പലതുണ്ട് ഓഫീസ്, സ്വന്തം സാധനം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇടം, തൊഴിലാളി സംഘടനകളൊക്കെ സജീവമായ സ്ഥലം. അപ്പോൾ അവിടേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തുന്നതും അവിടെ നിന്ന് പുഷ്പം പോലെ ജയിച്ചു പോകുന്നതും ഒക്കെ. അപ്പോൾ ഈ വാരണാസി എന്ന് പറയുന്ന ഗംഗയുടെ തീരത്താണ്. അപ്പം ആ ഗംഗ നീന്തിക്കിടന്ന് എത്തിയ ആൾ. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിക്കവാറും പോകുമ്പോൾ ഒരു ഷാൾ ഇങ്ങനെ കഴുത്തിൽ ചുറ്റുന്നതും ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് ഇതിന്റെ ഒരു ഇമാജിനേഷനും പിന്നെ ഇതിന്റെ കഥകളും ഒക്കെ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പരക്കുന്നത്. വിമർശനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അതായത് പ്രധാനമന്ത്രിക്ക് നല്ലപോലെ പൊളിറ്റിക്സ് കളിക്കാൻ അറിയാം, വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ അറിയാം. ഈ കഥ അവർക്കിടയിൽ പടർന്നിരിക്കുന്നത് കൊണ്ടാണ് മോദി എപ്പോഴും ഷോള് ചുറ്റിയിട്ട് കഴുത്തിൽ പോകുന്നത് എന്ന് പറയുന്നത് എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ വിശ്വാസം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പല ക്ഷേത്രങ്ങളെ കുറിച്ച് പറയത്തില്ലേ, പിന്നെ എന്താണ്, പിന്നെ ഇന്ന ദൈവം കരഞ്ഞു, ഇന്ന ദൈവം ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ചില ആൾക്കാർ ഇവിടെ നടന്നിട്ട് മാരകമായ രോഗങ്ങൾ ശുശ്രൂഷിക്കുന്നില്ലേ, വലിയ പബ്ലിക്കായിട്ട് റാലിയൊക്കെ വെച്ചിട്ട് വലിയ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് രോഗ ശുശ്രൂഷ ശാസ്ത്രികളൊക്കെ നടത്താറില്ലേ. കാല് ഒട്ടും നടക്കാൻ വയ്യാത്ത മെഡിക്കൽ സയൻസ് പോലും തള്ളിയ ഒരാളെ തൊടുമ്പോൾ തന്നെ നടക്കുന്നു. ഇത് നമ്മൾ ബൈബിളിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നത് കഥകളിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദിയുടെ ജീവിതം നമുക്ക് സമ്പൂർണ്ണമായിട്ട് എടുത്ത് പരിശോധിച്ചാലുണ്ടല്ലോ, ഇനിയിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്കതൊരു വിഷയമല്ല. കാരണം ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും സ്റ്റേബിൾ ആണെന്നുള്ളത് മാത്രമല്ല, തൊടുന്ന എല്ലാ കാര്യങ്ങളിലും പുള്ളി വിജയിക്കുക കൂടെയാണ്. ഉദാഹരണം, നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ പരിണമിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് 370 അബ്രോഗേഷൻ നടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇവിടെ കലാപം നടക്കും, രാജ്യം കത്തുമെന്ന് വിചാരിച്ചു, നടന്നില്ല. പൗരത്വ ഭേദഗതി നിയമം നടക്കുന്നു, നോട്ട് നിരോധനം. കാരണം മോദി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തൊടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അത് കംപ്ലീറ്റ് ഗ്ലോബലി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ, അതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തെ എതിർക്കുന്ന പൊളിറ്റീഷ്യൻസ് എപ്പോഴും നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവൻ നാളെ പ്രധാനമന്ത്രിയുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു ഡിവിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷെ ഇത് നടക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ പ്രധാനമന്ത്രിമാർക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫാൾ. ഇപ്പൊ ഈവൻ ഇന്ദിരാഗാന്ധിക്ക് പോലും ഉണ്ടായിട്ടില്ലേ? പാർട്ടിയൊക്കെ പിളർന്നില്ലേ ഉണ്ടായിട്ട്, വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അവിടെ? പക്ഷെ ഈ ഒരു മനുഷ്യന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ മൂന്നാമത്തെ ടേം വന്നപ്പോഴും പല ആൾക്കാർ പറഞ്ഞു മൂന്നാമത്തെ ടേമില് ഈ പ്രധാനമന്ത്രി വേർക്കും, കാരണം ഭൂരിപക്ഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ല. ഈ ഭൂരിപക്ഷമില്ലാതെ ഘടകകക്ഷികൾ പോലും സഖ്യകക്ഷികൾ പോലും BJP ആയി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അല്ല ധനുഷ, ഇതിനകത്ത് വേറെ ഉണ്ട്. പ്രധാനമന്ത്രി ഉം. നരേന്ദ്രമോദിയുമായി കണക്ട് ചെയ്ത് കഥകളൊക്കെ വരുമ്പോൾ അതിന് കുറച്ച് ലോജിക് ഉണ്ടെന്ന് കൂടെ നമുക്ക് തോന്നും. അതെ അതെ അതെ. കാരണം വെച്ചാല് ഈ അദ്ദേഹം മഹാബലിപുരത്ത് പോയപ്പോൾ അവിടെ ഒരു പാറയുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇദ്ദേഹം ചൈനീസ് പ്രസിഡന്റും കൂടെ ചർച്ച നടത്തി. ഈ പാറയുടെ Right. പ്രത്യേകത വെച്ചാൽ ഈ പാറ അങ്ങ് ഉറപ്പിച്ചിട്ടില്ല, വലിയൊരു പാറയാ. ഇപ്പൊ പലരും ഉം. ഇവിടുന്ന് പോകുന്ന സഞ്ചാരികൾ പോലും അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ അല്പം പേടിക്കും, കാരണം ഈ പാറ അതെ എങ്ങാനും അതെ അതെ ഉരുണ്ടു അതെ. വീണാലോ എന്നുള്ളത്. പക്ഷെ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തി അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അതുപോലെ ഉം. തന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹം വരുമ്പോൾ ഇപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ച്, ഈ തഞ്ചാവൂരിലെ ഈ ക്ഷേത്രത്തെ കുറിച്ച് ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസം പൊളിഞ്ഞു ഉം. വീഴുകയാണ്. അവിടെ എല്ലാവർക്കും വരാമെന്നും ഭക്തിയോടുകൂടി ആരാധന നടത്താമെന്നും കൂടെ അത് വരുന്നുണ്ട്. അപ്പോ കറക്റ്റ്. പിന്നെ ഈ പല കാര്യങ്ങൾക്കും അതിനൊരു ലോജിക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തകൾ വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക്. കാരണം ഉം. ഒരിക്കലും BJP-യുടെ ഒരു തട്ടകമല്ലായിരുന്ന വാരണാസിയിൽ നിന്ന് അദ്ദേഹം നിരന്തരം ജയിക്കുന്നു. എന്നുവെച്ചാൽ വലിയൊരു ഭൂരിപക്ഷം എന്നല്ല പറയുന്നത്, എന്നാൽ അദ്ദേഹം നിരന്തരം ജയിക്കുന്നു. കാശി ആകെ മാറ്റിമറിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു അത് ഹൈന്ദവ നവോത്ഥാനം ഉണ്ടായി. അത് മാത്രമല്ലല്ലോ ചോദിച്ചേട്ടാ, അതായത് ഇപ്പൊ ഗുജറാത്തിൽ ഉള്ള ഒരാൾ ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അക്സെപ്റ്റഡ് ആകുക എന്നുള്ളൊരു സംഭവമല്ലേ. ഇപ്പം നമ്മൾ യോഗി ആദിത്യനാഥിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ പേഴ്സണൽ ടോക്കിനിടയിൽ ബിജുചേട്ടൻ പറയാനുണ്ട്, യോഗി ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഈ സകല സംസ്ഥാനങ്ങളിൽ യോഗിക്ക് ഒരു ഹോൾഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് എത്ര സംസ്ഥാനങ്ങൾ അംഗീകരിക്കുന്നു. ഇപ്പം കേരളത്തിൽ പോലും മോദിക്ക് ഫാൻസ് ആണ്. ആ സമയത്ത് വന്നപ്പോൾ തൊട്ട് 2014 മോദി വന്ന ശേഷം നമ്മൾ കാണുന്നത് രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളും ഒന്നൊന്നൊന്നൊന്നായി അശ്വമേധ യാഗത്തിൽ കുതിര ഓടുന്നത് പോലെ പിടിച്ചു വരുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തും ഒരു അക്സെപ്റ്റൻസ്. അപ്പൊ അങ്ങനെ ഒരു 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 ചാം നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. അല്ല, അത് മാത്രമല്ല, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ കേവലം 26 MP-മാരുള്ള ഒരു സ്റ്റേറ്റാ. ആ സ്റ്റേറ്റിൽ നിന്ന് UP എന്നൊക്കെ പറഞ്ഞ 80 MP-മാരുണ്ട്. സാധാരണ UP അതെ അതെ ബേസ് അതെ. ചെയ്തിട്ട് വരുന്ന നേതാക്കൾക്കാണ് ഒരു പ്രാതിനിധ്യമുള്ളത്. നമുക്കറിയാം, യെസ്. സർദാർ പട്ടേൽ പോലും പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ. അത് ഗുജറാത്തി ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് വരുന്നു, ഹിന്ദി അല്ല ഗുജറാത്തി ഭാഷ സംസാരിക്കുന്ന ഇടത്തുനിന്ന് വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുന്നവർക്കോ ഇല്ല കഥ ഉണ്ടാക്കുന്നവർക്കോ കുറച്ചുകൂടെ ഒക്കെ വിശ്വാസജനകമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കഥ ഉണ്ടാക്കാൻ കഴിയുന്ന അനവധി സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉടനീളമുള്ളത്. കാരണം പല മിത്തുകളെയും പൊളിച്ചെഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും യാത്രകളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ പോകുന്നത്. അദ്ദേഹം ചില ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. ഇനി ഇതിനേക്കാൾ അതെ. ഇതെന്ന് വെച്ചാൽ ഈ രാജരാജ ചോളന്റേത് എത്രയോ കാലമായിട്ട് സ്റ്റാലിൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വേൾഡ് ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് അനവധി സെമിനാറുകളും മറ്റുമൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ കാശി മധുരയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കോറിഡോർ. ഒപ്പം തന്നെ അത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല, കേരളത്തില് എനിക്കൊന്ന് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അനവധി പുരാതനമായ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും ഈ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ പുനരുദ്ധരിക്കുന്ന ഒരു യെസ്. വലിയ ഒരു പ്രൊജക്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിന് കീഴിലുണ്ട്. അപ്പൊ അങ്ങനെ അനവധി കാര്യങ്ങൾ. കാരണം അദ്ദേഹം കൈവെക്കുന്ന, ഇല്ലെങ്കിൽ അദ്ദേഹം തുടരുന്ന, ഇല്ലെങ്കിൽ അദ്ദേഹം പേര് പരാമർശിക്കുന്നവർ പോലും വലിയ രീതിയിലേക്ക് ഒരു റീച്ച് എത്തുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെ ആരുമില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റികൾ ഒരു ദിവസം കണ്ടുപോകുന്നതാണ്, നടന്മാരും നടിമാരും പൊളിറ്റീഷ്യൻസും അടക്കം. അവരാരുടെയെങ്കിലും പേര് പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടുകയോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫേമസ് നടൻ വന്നിട്ട് എന്നെ ഒന്ന് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ഈ ഫോളോവേഴ്സ് ഒന്നും കൂടാനൊന്നും പോകുന്നില്ല. ആരും കൂടിയ ചരിത്രവുമില്ല. ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടെന്ന് വെച്ചാൽ നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂട്ടുകാരെ ബന്ധുക്കളോ 2 ലൈക്ക് തരുമെന്നല്ലാതെ അതിനേക്കാൾ അപ്പുറത്തൊരു ബൂമിംഗ് എന്നത് ഉണ്ടാകില്ല. അപ്പം ഇതേ രീതിയിലാണ്. പക്ഷെ അദ്ദേഹം അതല്ല. അദ്ദേഹം നമ്മുടെ കോട്ടയത്ത് ഈ പിന്നെ കായലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിയെടുക്കുന്ന ഒരാളുടെ ജീവിതം മൻ കി ബാത്തിലൂടെ പറഞ്ഞപ്പോൾ അയാളെ തേടി എന്തൊക്കെ പുരസ്കാരങ്ങളാണ് അവിടെ എത്തുന്നത്. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ കയറാനായിട്ട് മന്ത്രിമാരും നേതാക്കളും മത്സരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നു. അപ്പം എന്താണ് അവർ നമ്മളെക്കാൾ വലിയൊരു, അല്ലെങ്കിൽ എല്ലാവരെക്കാളും വലിയൊരു പവർ എന്തോ ഒന്നുണ്ട് അദ്ദേഹത്തിന് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പോകുന്നു. ഇനിയിപ്പോ എല്ലാവർക്കും ധൈര്യത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു വലിയ ഇതുവരെ ഉണ്ട്. കാരണം തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ദിരാഗാന്ധി അവിടെ സന്ദർശിച്ചൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. രണ്ടും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇദ്ദേഹം ഇതുവരെ പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ, ഇപ്പൊ ആ ഗുഹയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പറയണം. അത് 900 രൂപയായിരുന്നു ആ ഗുഹയിൽ നമുക്ക് ഒരു ദിവസം ധ്യാനം ഇരിക്കണമെങ്കിൽ മുമ്പ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിനു ശേഷം ഈ ബുക്കിംഗ് കൂടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റാതെ ഇവർ 3500 രൂപയാക്കി പെർ ഡേ, 24 hours 3500 രൂപ.
അപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ കുറച്ചാൾക്ക് മുമ്പ് ഞാനൊന്ന് കയറി സെർച്ച് ചെയ്തായിരുന്നു ഈ വേക്കൻസി എവിടെ ഇതുണ്ടോ വേക്കന്റ് ആണോ എന്ന് അറിയാനാണ്. അപ്പൊ ഏതാണ്ട് ഉം. 3 വർഷത്തേക്ക് ഫുള്ളാണ് അത്. അയ്യോ. അതായത് 365 ദിവസമാണല്ലോ ഒരു വർഷം. 3 വർഷത്തേക്ക് ഫുള്ളാണ്, ഇനി നോക്കണ്ട ആ ഭാഗത്തേക്ക്. പിന്നെ അത് ഉം, കൂടാതെ അവർ ഉം, പറയുന്നത് ഉം. അതിനടുത്ത് വേറെ കേവ്സ് ഉണ്ട്, ഏതാണ്ട് ഒരു 9 ഗുഹകളുടെ അതിനടുത്തുണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരൊറ്റ യാത്ര കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ധ്യാനം കൊണ്ട് അത് സാധ്യമായത്. ഇതുപോലെ എത്ര നേതാക്കൾക്ക് ഇന്ത്യയിൽ കഴിയും, ഇല്ലെങ്കിൽ ലോകത്ത് എത്ര നേതാക്കൾക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ എല്ലാം കിട്ടില്ല. അമേരിക്ക ഒരു വലിയ രാജ്യമാണ്, അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വലിയ പവറുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും നടന്നതായിട്ട് നമുക്കറിയില്ല. അപ്പം ഉം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുള്ള ഒരു പ്രത്യേകത. ഏതായാലും ഈ വിശ്വാസങ്ങളെ പൊളിച്ചെഴുതിയ വ്യക്തികൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും. ഒരുപാട് അനാചാരങ്ങൾ, അതായത് ഹിന്ദുക്കളിലുള്ളത് മാത്രമല്ല ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള മുത്തലാഖ് പോലുള്ള ആ ഒരു അനാചാരങ്ങളും ഒക്കെ നിർത്തലാക്കാൻ മുൻകൈ എടുത്ത ഒരു പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ യെസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ്, ഈ ശീതൾ എന്ന് പറയുന്ന ജേണലിസ്റ്റിന്റെ വീഡിയോ കണ്ടതിന് ഉം. ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതിന്റെ കഥകളിലേക്ക് തപ്പിപ്പോകുന്നത്. പക്ഷെ കഥകളിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആധികാരികമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇതിന് ശേഷമാണ്, കാരണം കരുണാനിധി മരിക്കുന്നത് 2018 അദ്ദേഹം മരിക്കുന്നത് അനാരോഗ്യം മൂലം മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. ഏതായാലും നമ്മുടെ കേരളത്തിൽ പോലും ഈ ബാലരാമപുരം കൈത്തറിയെ അവിടുന്ന് അദ്ദേഹം ആ മുണ്ട് വാങ്ങി, ഇതിനും വലിയൊരു കാര്യമുണ്ട്. നമ്മളും ചൈനയുമായിട്ട് വലിയ ക്ലാഷ് നടക്കുന്നു 2020. ഗാൽവാൻ താഴ്വരയിലെ ഒരു ക്ലാഷ് നടന്നു. അങ്ങനെ നമ്മുടെ ജനം ചൈനയെ സ്വമേധയാ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പടക്കം നമ്മൾ വാങ്ങുന്നില്ല ദീപാവലിക്കടക്കം. അന്ന് അദ്ദേഹം ചെയ്ത പണി, ഉം. മൻ കി ബാത്തില് ഈ തമിഴ്നാട്ടിലെ ഈ കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഈ തടിയിലും കളിമണ്ണിലും ഒക്കെ. അപ്പൊ ആ അതെ. കളിപ്പാട്ടത്തെ കുറിച്ചായിരുന്നു ആ ഒരു പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത്. അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ഇത് വാങ്ങണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ മറ്റേത് ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഈ കളിപ്പാട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് കളിപ്പാട്ടത്തിന് വലിയ ഡിമാൻഡായി മാറിയിരിക്കുന്നു, അവരുടെ കളിപ്പാട്ടത്തിന്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഉം, ഉം, അത് ഉം, അദ്ദേഹം ഉം. അത്രേ പറഞ്ഞുള്ളൂ. ഇതൊന്നും വേണ്ട, ലേറ്റസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ലക്ഷദ്വീപിൽ പോയി ഒരു കസേര വലിച്ചിട്ട് ആ കടപ്പുറത്ത് ഇരുന്നതേ ഉള്ളൂ, മാലിദ്വീപ് മൂക്കും കുത്തി താഴെ വീണു. ടൂറിസ്റ്റുകളെല്ലാം കൂടി ഇപ്പൊ ലക്ഷദ്വീപിലേക്ക് വണ്ടിയും പിടിച്ചു പോകുന്ന ഒരു സ്ഥിതി വന്നു. ഇതാണ് അവസ്ഥ അതെ, അതെ. എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു വല്ലാത്ത ഒരു മാസ്മരികത അതിലുണ്ട്. പക്ഷെ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് കണക്കുള്ള കഥകളുമാക്കി, ഒരുപക്ഷെ ഒരുപാട് കഥകളുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ച് ലോജിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇപ്പൊ ചോദിച്ച സ്ഥിതിക്കും ഇപ്പൊ ഈ ഒരു ചർച്ച നമ്മൾ അങ്ങനത്തെ ഒരു അക്കാഡമിക് തലത്തിലുള്ള ഒരു ചർച്ച അല്ലാത്തത് കൊണ്ടും നമുക്ക് അതിലേക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ കേരളം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കേരളത്തിൽ നിന്ന് പല കാര്യങ്ങളും തുടങ്ങുകയും മറ്റും ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ വെസ്റ്റ് ബംഗാളില് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശ്രമത്തിൽ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഈ സന്യാസം സ്വീകരിക്കാൻ ചെന്നപ്പോൾ അത് വേണ്ട, ഇപ്പൊ നിങ്ങൾ അതിനെ പറ്റിയ ആളല്ല, നിങ്ങളുടെ കർമ്മം ഇതല്ല എന്ന് പറയുകയും മറ്റും ചെയ്തു. അപ്പൊ ആ സമയത്ത് അവിടുത്തെ ഒരു സന്യാസി ഇദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉം. തെക്കോട്ട് സഞ്ചരിക്കൂ, അവിടെ നിന്ന് തുടങ്ങൂ ഈ രാജ്യത്ത് എന്നാണ്. ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ഉപദേശം കൊടുത്ത വ്യക്തി നമ്മുടെ സ്വാമി വിവേകാനന്ദനായിരുന്നു കൊടുത്തത്. വിവേകാനന്ദനോട് ഇതുപോലെ പറഞ്ഞു എന്നാ പറയുന്നത്, നിങ്ങൾ തെക്കോട്ട് സഞ്ചരിക്കുക. അപ്പൊ വിവേകാനന്ദൻ ചോദിച്ചു, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? കാരണം അന്നത്തെ കാലമാണ്, ഇന്ത്യ അല്ലല്ലോ അന്ന്, ഈ ഭാരതമാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഒരു ജനക്കൂട്ടം കാത്തു നിൽക്കുന്നു, നിങ്ങളെ കേൾക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വരുമ്പോൾ മൈസൂർ രാജാവും പരിവാരങ്ങളുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും ആനയിച്ചിരുത്തുന്നതും ഒക്കെ. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ വിവേകാനന്ദ പാറയെ വരുന്നത്. ഇവിടുന്ന് നേരെ പോകുന്നത് ചിക്കാഗോയിലാണ്, ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രശസ്തി എത്തിച്ചിരുന്നതാണ്. അതേപോലെ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പിന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ 13 വർഷത്തെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ആർക്കും അറിയില്ല. അദ്ദേഹം ഹിമാലയത്തിലായിരുന്നു എന്ന ചില കഥകൾ പറയുന്നു. ഇതൊന്നും നമുക്ക് ആധികാരികതയില്ല. ഇനി ഒരുപക്ഷെ ഭാവിയിൽ അതിനുള്ള സാധ്യതകളില്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഭാവിയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ജീവചരിത്രം എഴുതും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ ആരെങ്കിലും ഒക്കെ പറയുന്ന കുറിപ്പുകളിൽ നിന്ന്, അനുഭവ കുറിപ്പുകളിൽ നിന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഉം. ഒരു ബുക്ക് ഇറക്കുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ കോവിഡ് ഇങ്ങനെ വന്നു, വലിയ പ്രശ്നങ്ങൾ, നമ്മൾ മരുന്നിന്റെ ഒരു പണിപ്പുരയിലാണ്. ആ സമയത്ത് ഇന്ത്യൻ ജനതയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങൂ, നിങ്ങളുടെ കയ്യിലുള്ള പാത്രം കൊട്ടു എന്ന് പറഞ്ഞു. അതിനകത്ത് കുറെ ലോജിക് ഉണ്ട്, സയൻസ് ഉണ്ട്. എങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോൾ ഈ ഇന്ത്യയിലെ ജനം അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്കുള്ള മരുന്ന് റെഡിയാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഇനി ഇതൊക്കെ പോട്ടെ, ഇന്ത്യ കണക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഇത്രയും പൊളിറ്റീഷ്യൻസ്, 2500 പാർട്ടിയുണ്ട്. ഇത് രജിസ്റ്റേർഡ് പാർട്ടികളാണ്. ഈ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരുപാട് സംഘടനകളും കുത്തിത്തിരിപ്പുകാരും വേറെയുണ്ട്. ഇത്രയൊക്കെയുള്ള ഒരു രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പാക്കി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല തിളക്കമാർന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയേണ്ടി വരും. കാരണം ലോകത്ത് നോട്ട് നിരോധനം നടപ്പാക്കിയ രാജ്യങ്ങളെല്ലാം മൂക്കും കുത്തി വീണിട്ടുണ്ട്, തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അവിടെയാണ്
നരേന്ദ്രമോദി ഈ ഒരു നോട്ട് നിരോധനം വരുന്നു. നോട്ട് നിരോധനം വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, 50 ദിവസം എനിക്ക് നിങ്ങൾ തരുമെന്ന് പറയുമ്പോൾ ജനം ഓക്കെയാണ്. അതാണ് ആ ഒരു മാസ്മരിക ഇത്. ഇനി നരേന്ദ്രമോദിക്കെതിരെ ഒരു അഴിമതി വന്നിരുന്നു, ഒരു അഴിമതി ആരോപണം. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്നു, 2 തവണ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ എങ്ങനെയും താഴെ ഇറക്കണമല്ലോ. അപ്പം എങ്ങനെയും ഒരു വകുപ്പ് ഒപ്പിക്കണം. അപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞു, നിങ്ങൾക്കറിയാവോ നരേന്ദ്രമോദിക്ക് 500 ജോഡി ഡ്രസ്സുണ്ട്, പിന്നെ അദ്ദേഹത്തിന് അനവധി കാറുകളുണ്ട്, അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മോദി ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും പറയാം. ആ പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെ. പുള്ളിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പുള്ളി അങ്ങനെ ആ സമയത്തൊന്നും പുള്ളി ഒന്നുകിൽ അത് തിരിച്ചു വിടുന്ന ഒരു പണിയുണ്ട് പുള്ളിക്ക്. ഒന്നും മിണ്ടിയില്ല. ഇലക്ഷൻ വന്നു, BJPയുടെ ഒരു വലിയ റാലി നടക്കുന്നു. റാലിയിൽ ഇദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് എതിരെ അവർ പറയുന്ന ആരോപണങ്ങളിൽ ഒന്ന് എനിക്ക് 500 ജോഡി ഡ്രസ്സുണ്ട് എന്നാണ്. അപ്പൊ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ അണികളെല്ലാം പറഞ്ഞ അതെ ആണെന്ന് പറയുന്നു. ലോകത്ത് ആർക്കെങ്കിലും 500 ജോഡി എന്ന് പറയുമ്പോൾ ജോഡി 2 അല്ലേ, 500 ജോഡി എന്ന് പറയുമ്പോൾ 1000 ഡ്രസ്സല്ലേ. അപ്പം അത്രയും ലോകത്തെ ഏതെങ്കിലും ഒരു സമ്പന്നനുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. എനിക്ക് കാറുണ്ട് എന്ന് പറയുന്നത് അല്ലെ അടുത്ത ആരോപണം. അതെ, കാറുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറയും. ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ബാക്കി ഈ 2 കാര്യങ്ങളല്ലേ. ശരി, ഈ 2 കാര്യങ്ങൾ എനിക്കുണ്ടേ എങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചിട്ട് എന്തും ചെയ്യാം എന്ന് പറയുമ്പോഴത്തേനും അവരവിടുന്ന് ജനക്കൂട്ടം ആർത്ത് വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്, ഞങ്ങൾ അവരെ അല്ല വിശ്വസിക്കുന്നത്, നിങ്ങളെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. ആ 2 ഡയലോഗിലൂടെയാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ സമ്പാദിച്ചെന്ന് അവർ പറഞ്ഞോ പ്രതിപക്ഷം? ഇല്ല. ഞാൻ എന്തെങ്കിലും കട്ടുമോട്ടിച്ചെന്ന് അവർ പറഞ്ഞു? ഇല്ല. പകരം പറഞ്ഞത് എന്താണ്, എനിക്ക് 500 ജോഡി ഡ്രസ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അതോടുകൂടി മോദി ഈ രാഷ്ട്രീയം വിടുകയാണെന്ന് പറഞ്ഞു. അന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പം ആരോപണങ്ങൾ പോലും കൊണ്ടുവരാൻ കഴിയാതെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലില്ല. എല്ലാവർക്കും നേരെ ആരോപണ ചരങ്ങൾ വന്നിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനവികാരത്തിന് കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതുപോലും ഉണ്ടായില്ല, അതിനെയും കൂടി അതിജീവിച്ച് പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട്, ഒരു സൂപ്പർ പവർ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സൂപ്പർ പവറിനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാണാം. ചിലർക്ക് അതിനെ ഡിവോഷണലായി വേണമെങ്കിൽ കാണാം, ചിലർക്ക് അതിനെ കഥകളുടെ രൂപത്തിൽ കാണാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയൊക്കെ അദ്ദേഹം റിട്ടയർഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ചിലപ്പം ഇതുപോലെ ഒരുപാട് കഥകളോ സീരിയൽസോ ഒക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ അമാനുഷിക പവറുകളെയും കാര്യങ്ങളെയും കുറിച്ച്. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ വ്യക്തതയില്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസുകൾ നമുക്ക് കിട്ടുമായിരിക്കും എന്ന് പറയുന്നു. ഏതായാലും അവിടെ പോയത് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഇതിനൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട്. ഈ തമിഴ്നാട് അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അവിടെ അദ്ദേഹം പോയതിന്റെ കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് തമിഴ്നാടിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് BJPക്ക് സീറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ADMKയുടെയും DMKയുടെയും ഒക്കെ ഒരു സഹായത്താൽ കിട്ടിയ സീറ്റുകളാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് 4 സീറ്റ് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു, ആരുടെയും പിന്തുണ ഇല്ലാതെ തന്നെ. ഒപ്പം തന്നെ ADMK കാൽക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ചർച്ചയ്ക്ക്. ഇപ്പൊ ADMKക്ക് പഴയ മുറിവുറുപ്പൊന്നുമില്ല. മുറിവുറുപ്പില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പോൾ അണ്ണാമല കയറി അടിക്കുന്ന സാഹചര്യമാണ്. ഇതുകൊണ്ട് ഇപ്പൊ ഒന്നും അനങ്ങുന്നില്ല, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ തന്റെ വിജയക്കൊടി പാറിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ഏതായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഈ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് എന്തായാലും പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കഥകളിലേക്ക് ഒരു പുതിയ ഏടൂടെ മോദി എഴുതി ചേർത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത് സന്ദർശിച്ച ഒരു വലിയ നേതാവ്, ആ നേതാവിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയായി മാറും.